കുടുംബത്തിൽ ദീനുണ്ടെങ്കിലുള്ള ഗുണം എന്താണെന്നറിയോ? എല്ലാ കാര്യങ്ങളും ഭംഗിയിൽ മുന്നോട്ട് പോകുന്നത് കാണാൻ സാധിക്കും. അതും എങ്ങനത്തെ ദീന്? ആളുകൾ ഇന്ന് കാണിക്കുന്ന പ്രകടനപരതയുടെ ദീനല്ല. ഞാനിത് പറയുമ്പോ നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നണ്ട. ചില ഭാര്യമാരൊക്കെ ഫോൺ വിളിച്ചിട്ട് പറയും, പുയ്യാപ്ല നല്ല ദീന. ഞാൻ പറയും, എന്നിട്ട് എന്താ പ്രശ്നം? ദീനേ ഉള്ളൂ, സ്വഭാവമല്ല. മുഖത്താ ദേഷ്യം. ഒന്നേ ഞാൻ രണ്ടാമത്തേന് ചാടിക്കടിക്കാൻ വരും. ആള് നല്ല ദീന. ചില ഭാര്യമാര് ഭർത്താക്കന്മാരെ പറ്റിയിട്ടും ഭർത്താക്കന്മാര് ഭാര്യമാരെ പറ്റിയിട്ടും പറയാറുണ്ട്, കുടുംബത്തിന് ദീന് എന്ന് പറഞ്ഞാൽ ശ്വാസം മുട്ടി ജീവിക്കണം എന്നല്ല. അള്ളാഹുവിന്റെ തിരുദൂതൻ ദീനുള്ള പ്രവാചകൻ ഓട്ടമത്സരം നടത്തിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂല് തമാശ പറഞ്ഞിട്ടുണ്ട്. ഭാര്യമാരോടൊപ്പം കൊഞ്ചിയിട്ടുണ്ട്. മക്കളോടൊപ്പം ആന കളിച്ചിട്ടുണ്ട്. പേരക്കുട്ടികളോടൊപ്പം ആന കളിച്ചിട്ടുണ്ട്. ഫാത്തിമ ബീവിനെ കെട്ടിപ്പിടിച്ച് ചേർത്ത് നിർത്തി ചുംബിച്ചിട്ടുണ്ട്. സൈനബ റളിയല്ലാഹു തആല അൻഹയെ ഇടയ്ക്കിടയ്ക്ക് സന്ദർശിച്ചിട്ടുണ്ട്. ദീനിന്റെ പേര് പറഞ്ഞിട്ട് കുടുംബം നോക്കാതെ ജീവിക്കലല്ല ദീന്. ദീൻ എന്നാൽ കൊടുക്കേണ്ടത് കൊടുക്കണം. അത് ഭാര്യ, മക്കൾ, രക്ഷിതാക്കൾ, കുടുംബം, അയൽവാസി എല്ലാവർക്കും കൊടുക്കണം. അല്ലാതെ ദീൻ എന്നാൽ നമ്മൾ 5 വക്തിനും സമയം തെറ്റാണ്ട് പള്ളിക്ക് പോവുക, വേറൊരാളെ കാര്യത്തിൽ ഇടപെടാണ്ടിരിക്കുക, സുന്നത്തസ്കാരം അങ്ങോട്ട് കൂട്ടി നിസ്കരിക്കുക, കുടുംബത്തിന് ദീൻ അങ്ങനെ ആക്കാത്തതിനും ഇങ്ങനെ ആക്കാത്തതിനും മക്കളെയൊക്കെ വെറുപ്പിക്കുക. നല്ല ദീന്. ദീനെന്ന് പറഞ്ഞാൽ അവന്റെ